ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ ഡേ ഔട്ടാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. വേറെ ആരും ഇല്ല, ഞാൻ തന്നെയാണ് പോകുന്നത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റ് വരുന്നുള്ളൂ കേട്ടോ. സമയം 7:15 ആയിട്ടേ ഉള്ളൂ. എഴുന്നേറ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ കർട്ടനൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് വെട്ടം അകത്തേക്ക് വരാത്തത് കേട്ടോ. അപ്പം ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണമല്ലോ നമുക്ക് എഴുന്നേക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റൊന്നും ഇടാതെ ഇരിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് വന്നതേ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടാട്ടോ ഞാൻ താഴോട്ട് ഇറങ്ങുന്നത്. ഇത് ഞാൻ മുകളിലത്തെ കട്ടിലാണ് കിടക്കുന്നത്, 2 നില കട്ടിലാണ്. അപ്പോൾ താഴെ ആൾ കിടക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ കട്ടിലാണ് കേട്ടോ ഞാൻ കിടക്കുന്നത്. മുകളിൽ താഴെ ഫുള്ളായതുകൊണ്ട് 3 കട്ടിലുണ്ട്. 3 ടോട്ടൽ 2 കൂടെ 2 നില കട്ടിലായതുകൊണ്ട് 6 കട്ടിലുണ്ട്. അപ്പം താഴത്തെ 3 കട്ടിലും ആളുണ്ട്. അതുകൊണ്ട് ഞാൻ മുകളിലത്തെ കട്ടിലായി. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം താഴോട്ട് ഇനി ഇറങ്ങാൻ. അപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് റെഡി ആവട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ ഇതുവരെ ഇടാത്ത ഡ്രസ്സാണ്. എൻ്റെതല്ല, ചേച്ചിയുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇത് സ്പീഡിലാക്കുകയാണ് കേട്ടോ. കാരണം സ്ഥിരം ചെയ്യുന്ന റുട്ടീൻ തന്നെ മേക്കപ്പ് തന്നെയുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും മാറ്റാനൊന്നുമില്ല. പിന്നെ മോയ്സ്ചറൈസർ മാറ്റിയിട്ടുണ്ട്. ഞാൻ നിവ്യയുടേതായിരുന്നു യൂസ് ചെയ്യുന്നത്. അത് തീർന്നതുകൊണ്ട് എൻ്റെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇതൊന്ന് സ്പീഡ് വിടുവാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലോങ് ആയി പോകും വീഡിയോ. മേക്കപ്പ് ചെയ്യാൻ തന്നെ കുറച്ച് കൂടുതൽ സമയം വേണം എനിക്ക്. അതൊരു വേറെ കാര്യമാണ്, വേറെ സത്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിന്ന് സ്പീഡ് വിടട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ വണ്ടിയുടെയൊക്കെ സൗണ്ട്. ഇത് ഹോസ്റ്റലെന്ന് പറയുന്നത് റോഡ് സൈഡിലാണ്, കറക്റ്റ് റോഡ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ വണ്ടി പോകുന്നതും വരുന്നതിൻ്റെയൊക്കെ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടാമത് അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓർത്തില്ല ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കും എന്നുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ റൂമിലാണെങ്കിൽ ഫാനും ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സൗണ്ടും കൂടെ കേൾക്കുമായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ. സത്യം പറഞ്ഞാൽ ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. വേറെ ഒന്നുമല്ല, ഞായറാഴ്ച ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. കാരണം എടപ്പള്ളി പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ 1 വർഷമായി ഞാൻ എടപ്പള്ളി പോയിട്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ പള്ളിയിൽ പോകുന്നത് തന്നെ. അപ്പം അപ്പോൾ തന്നെ ഇപ്പോൾ റൂമിലാണെങ്കിലും വേറെ ആരുമില്ല. 2 പേര്, ഞങ്ങൾ ടോട്ടൽ റൂമിൽ 4 പേരാണ്. അപ്പം 2 പേര് വീട്ടിൽ പോയി. ഒരാൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് 2-3 ദിവസമായതേ ഉള്ളൂ. ഇനിയിപ്പം ഞാനിനി ഈ മാസം അവസാനം ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങട്ടെ. ഓക്കെ, ഞാൻ രാവിലെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ 7 മണിക്ക് 8:45 10:15 കുർബാന ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം എന്തായാലും എഴുന്നേൽക്കാൻ താമസിക്കും. കാരണം സ്ഥിരം ഈ കുറച്ച് നേരത്തെ ജോലിക്ക് 9:30 ആകുമ്പോൾ പോകണം, കയറണം. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഇന്ന് താമസിച്ച് എഴുന്നേൽക്കാമെന്ന് വെച്ചു. അപ്പോൾ 10:15 കുർബാനയ്ക്ക് പോകാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എഴുന്നേൽക്കാമെന്ന് വെച്ചു. അങ്ങനെ 8 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയതായിരുന്നു കേട്ടോ. ഈ മുടിയും കൂടെ കെട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഗേറ്റ് തുറന്ന് അപ്പോൾ ആ പൊതി കിടക്കുന്ന കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുഡ് ഇവിടെ ഹോസ്റ്റലിലേക്കുള്ള ഫുഡ് കൊണ്ടുവന്ന് തരുന്ന ഒരു ചേട്ടൻ കൊണ്ടുവന്ന് തരും. അതായിരുന്നു കേട്ടോ ആ തൂങ്ങി കിടക്കുന്ന ഹോസ്റ്റലിൻ്റെ മറ്റേ ഗേറ്റിൻ്റെ അകത്ത് തൂക്കിയിട്ടേക്കുന്നത്. ഞാൻ പള്ളിയിൽ പോകട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പള്ളിയിൽ പോയി. സൺഡേ ആണല്ലോ, സൺഡേ ആയതുകൊണ്ട് പള്ളി പോകാമെന്ന് വെച്ചു. പള്ളി പോകാമെന്ന് വെച്ചു. ഇവിടെ കലൂര് പള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് എവിടെയും പള്ളി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമുള്ളതും നമ്മുടെ എടപ്പള്ളി പോകാൻ തന്നെയാണ്. കുറേ നാളെ പോയിട്ട് പോട്ടെ. അങ്ങനെ ഗൈസ് ഞാനും ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ബസ് കയറിയിട്ടു. ബസ് കയറുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ബസ് വന്നു, അങ്ങനെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ബസ്സുകാർ ചെയ്ത് വിളിക്കും. ആണ് ബസ് കയറി ഇരുന്ന് സീറ്റ് കിട്ടിയ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എനിക്ക് കയറിയ സമയത്ത് ഇരിക്കുന്ന സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആൾക്കാർ
ഇറങ്ങിയ സമയത്ത് മാത്രമേ ഇരിക്കാനുണ്ടായിരുന്നുള്ളൂ, സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചടക്കറി ഇരുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. എല്ലാവരും ഈ ഒബ്രോൺ മോൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ ബസ്സിലിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും ഞാൻ കയറി കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കയറണമെന്നുണ്ട്, കയറാനുള്ള അവസരം ഇതുവരെയായിട്ട് ഒത്തു വന്നിട്ടില്ല. അതാണ് സത്യം. ഇനി എപ്പോഴും പോകുന്ന വഴിക്കൊക്കെ ഞാൻ എപ്പോഴും കാണും ഇത്. ഞാൻ ഇടപ്പള്ളി വന്ന് ഇറങ്ങി ഗൈസ്. ഇനി കുറച്ച് നടന്ന അങ്ങനെ ഗൈസ് ഞാൻ ഇടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പള്ളിയിലോട്ട് പോവുക. ഇന്ന് കുറച്ച് ബസ് മാറ്റി നിർത്തിയത്, ഇച്ചിരി റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണമായിരുന്നു എനിക്ക് പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടിയൊക്കെ വരുന്നത് നോക്കി റോഡ് ക്രോസ് ചെയ്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിലോട്ട് ഗൈസ്. നാളുകൾക്ക് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. വല്ലതും കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, വണ്ടിയുടെ സൗണ്ട് കാരണം. കഴിഞ്ഞിട്ട് പള്ളിയിലെത്തി. പോട്ടെ. എത്ര നാളായി, 1 വർഷം മിച്ചമായിട്ടുണ്ട് ഞാൻ വന്നിട്ടിപ്പോൾ. ഇവിടെ 10:15 കുർബാന. സമയം ഇപ്പം 9:27 ആയതേ ഉള്ളൂ. ഇത് പഴയ പള്ളി, അതാണ് പുതിയ പള്ളി. ഇവിടെ കുർബാന നടക്കുന്നുണ്ട്. അത് 8:45 ആണെന്നാണ് തോന്നണേ. 10:15 കുർബാനയ്ക്കാണ് വന്നത്. നേരത്തെ സാരില്ലല്ലേ. ഈ കുർബാനയുടെ ബാക്കിയും മറ്റേ ബാക്കിയും കൂടെ കൂടെ ചെയ്യും. ഇതിൻ്റെ ബാക്കിയും അടുത്തതിൻ്റെ പകുതിയും കൂടെ കൂടാം. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായിട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. ഞാൻ എന്തായാലും ജോലിക്ക് കയറി. ഇപ്പോൾ സകലമാന ദൈവങ്ങളെയും വിളിച്ചിട്ട് വേണമല്ലോ ഇനി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പാടാണോ എളുപ്പമാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ടോ. നമുക്കേക ആശ്രയം മുകളിലിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പള്ളി വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഫൈനലി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് കിട്ടും. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ഫുഡ് കഴിക്കാം. അതാണ് ഇനി അടുത്ത മെയിൻ പരിപാടി. നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സമയം 11:30 കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ഇരുന്നു ഓട്ടവും കൂടെ നോക്കിയിട്ടാണ് പോയത്, കണ്ടായിരുന്നോ? അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നടന്ന് വന്നപ്പോൾ ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടിരിക്കുക. ഇപ്പോൾ ഒരു കാത്തിരുന്ന് ലാസ്റ്റ് വന്നതോ ചൂടുവെള്ളം. ഇപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് അങ്ങനെ നമ്മുടെ കഥാനായകനെത്തി ഗൈസ്. ഗീ റോസ്റ്റ്, ചമ്മന്തി 3 തരം, സാമ്പാർ. ആ പച്ച ചമ്മന്തി എന്താ സംഭവം എന്ന് എനിക്ക് ആ ചമ്മന്തി തൊട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു ഇലയുടെയൊക്കെ എന്തോ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് 1-2 തവണ ഞാൻ അതിൻ്റെ കൂടെ കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച് ബാക്കി വെള്ള ചമ്മന്തിയും ഓറഞ്ച് ചമ്മന്തിയും പിന്നെ സാമ്പാറും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ എറണാകുളത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ കൂടെ ചേച്ചിമാരൊക്കെ ഉണ്ടാവും. ചേച്ചിമാരുടെ കൂടെയൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ കയറിയ റെസ്റ്റോറൻറ്റ്. ഞാൻ വിശപ്പിൻ്റെ ഞാൻ ആദ്യം പെട്ടെന്ന് പോയി കയറി ഓർഡർ ചെയ്യുകയോ ചെയ്തത്. ഞാൻ അത് കഴിഞ്ഞിട്ടോ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുക. അപ്പോൾ ഗൈസ് ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടോ. ഇനി കുറച്ച് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കാൻ പോകണം. ഡ്രസ്സ് മാറിയിട്ടിട്ട് അലക്കാൻ പോകണം. അതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.